ആസൂത്രണവും നിർവഹണവും ഇല്ലാതെയുള്ള ദേശീയപാത ആമ്പല്ലൂരിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നെന്മണിക്കര പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. ദേശീയപാതയിലെത്തുന്ന മഴവെള്ളം മുഴുവൻ തുറന്നു വെച്ചിരിക്കുന്നത് പടിഞ്ഞാറ് നെന്മണിക്കര ഗ്രാമത്തിലേക്കാണ്. ദേശീയപാത ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിലവിൽ തന്നെ വെള്ളക്കെട്ട് കൊണ്ട് പൊറുതിമുട്ടുന്ന ആമ്പല്ലൂർ ജംഗ്ഷനും പ്രളയബാധിത പ്രദേശമായ നെന്മണിക്കരയും വെള്ളപ്പൊക്ക ഭീഷണിയിലാകും. കാരണം അടിപ്പാതയ്ക്ക് വടക്ക് പാലത്തിന്മേലും തൊട്ട് കിഴക്കും പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഡ്രൈനേജുകൾ തുറന്നു വെച്ചിരിക്കുന്നത് പടിഞ്ഞാറ് നെന്മണിക്കര ഗ്രാമത്തിലേക്കാണ്. ആമ്പല്ലൂർ ജംഗ്ഷനിൽ പാടം മണ്ണിട്ട് നികത്തിയ സ്ഥലത്ത് അധികജലം ഉൾക്കൊള്ളാനും വെള്ളമൊഴുകാനും നിലനിർത്തിയിരുന്ന തോടുകൾ പലതും നികത്തപ്പെട്ടതായി ആരോപണമുണ്ട്. കിഴക്ക് ഭാഗത്തു നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് എത്തിക്കുന്ന കേളി തോടിന്റെ അവസ്ഥയും ശോചനീയമാണ്. പല ഭാഗങ്ങളിലും തോട് ചുരുങ്ങിയും തീരെ ഇല്ലാതായും വെള്ളം മുഴുവൻ വീടുകളിലേക്ക് കയറുന്ന സ്ഥിതിയാണ്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ അടിപ്പാത നിർമ്മിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിയും നെന്മണിക്കര, അളഗപ്പനഗർ, പുതുക്കാട് പഞ്ചായത്തുകളും ചെയ്യേണ്ട ആസൂത്രണങ്ങൾ സംബന്ധിച്ച് 6 മാസം മുൻപ് ഗ്രാമസഭ ചേരുകയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതുമാണ്. എന്നാൽ തുടർ നടപടികളിൽ ആലോചന പോലും ഉണ്ടായില്ലെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം ശ്രീനാഥ് നെന്മണിക്കര പറഞ്ഞു. ഇവിടെ ഇവിടെ അടിപ്പാത നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ പ്രധാന ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടാകാവുന്ന വെള്ളക്കെട്ട്. അതുമൂലം നെന്മണിക്കര നിവാസികൾക്ക് അനുഭവപ്പെടാവുന്ന ബുദ്ധിമുട്ട്. അതിന്റെ ഭാഗമായിട്ട് 6 മാസം മുൻപ് നമ്മൾ നാട്ടുകാരുടെ ഒപ്പുശേഖരണം നടത്തി മാസ് പെറ്റീഷനിലൂടെ ഇവിടെ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചേർത്തു. ആ സ്പെഷ്യൽ ഗ്രാമസഭയിൽ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് NHAയും മറ്റു ആളുകളും ശ്രദ്ധിക്കേണ്ടത് ചെയ്യേണ്ടായ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടം പ്രത്യേകിച്ച് നെന്മണിക്കര പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വെള്ളം കേളിത്തോട്, അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വെള്ളം ഇവിടേക്ക് ഈ അടിപ്പാത എന്ന് പറയുമ്പോൾ ഒരു വലിയ കുന്നാണല്ലോ വരുന്നത്. ആ കുന്നിന്റെ ഭാഗത്തു നിന്നുള്ള വെള്ളം 2 സ്ഥലത്തായിട്ട് ഇവിടേക്ക് തുറന്നു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നെന്മണിക്കര ദേശത്തേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഒഴുകിപ്പോകാനുള്ള ജല നിർവാഹക ഈ ഒരു ഡ്രെയിനേജ് സംവിധാനങ്ങൾ വൃത്തിയാക്കണം. അത് വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ കാലവർഷം എത്തുന്നതിന് മുമ്പ് അതിനെ പറ്റിയിട്ടുള്ള ഒരു പഠനം, അത് വിദഗ്ധ സമിതിയെ കൊണ്ടുള്ള പഠനം, അതേപോലെ ജനകീയമായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഠനം നടത്തി എങ്ങനെ വർഷം കൂടുന്തോറും അത് കൂടുതൽ വിപുലീകരിച്ച് ഇവിടെ പ്രളയബാധിത പ്രദേശമായ നെന്മണിക്കരയെ ഇത് ബാധിക്കുന്നതിന്റെ അളവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ആ ഒരു ഗ്രാമസഭാ തീരുമാനവും പ്രമേയവും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അടിപ്പാതയുടെ ഭാഗത്തു നിന്നും ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്നുമുള്ള വെള്ളം 200 മീറ്റർ മാറി കേളിത്തോട്ടിൽ എത്തിക്കുകയും അവിടെ നിന്ന് കുറുമാലിപ്പുഴയിലേക്ക് നീരൊഴുക്കിനെ ക്രമീകരിക്കുകയുമാണ് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാനുള്ള പോംവഴി. അല്ലെങ്കിൽ 400 മീറ്റർ വടക്ക് മാറി മണലിപ്പുഴയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും സംവിധാനം ഒരുക്കാൻ കഴിയും. എന്നാൽ അടിപ്പാത നിർമ്മാണത്തിന്റെ എഞ്ചിനീയറിംഗിൽ ഇക്കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലേക്ക് തുറന്നുവെച്ച ഡ്രൈനേജുകൾ ചിലയിടങ്ങളിൽ അടച്ചതായും കാണാം. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടിലാകുന്ന ദേശീയപാതയോട് ചേർന്ന പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ളവർ മഴ കനത്താൽ വെള്ളപ്പൊക്ക ഭീതിയിലാകും. കാലവർഷമെത്താൻ ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കെ ആസൂത്രണവും നിർവഹണവുമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു നാടിനെ വെള്ളത്തിൽ മുക്കുമെന്ന ആശങ്കയിലാണ് നെന്മണിക്കര പ്രദേശവാസികൾ. ദേശീയപാത ആമ്പല്ലൂരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതു മുതൽ ഈ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന നെന്മണിക്കര പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ളവർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് സമാനതകളില്ല. ഇനി ഒരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം മുഴുവൻ എത്തിച്ചേരുന്നത് ഈ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന നെന്മണിക്കര പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കാണ്. കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഈ പ്രദേശങ്ങൾ. അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ക്യാമറാമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.